ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് കോഴിക്കോടൊക്കെ ഒളിച്ചോടി. പക്ഷേ എൻ്റെ ബേക്കിൽ ഇവന് ഒളിച്ചോടി എന്തിനാ മനസ്സിലാക്കില്ല. അവിടെ ചൂട് കുറവാണ്, അതുപോലെ തന്നെ ഓട്ടം കൂടുതലാണെന്ന് പറഞ്ഞാൽ ഓനെ ഒളിച്ചോടി. ഞാൻ അത് രണ്ടും ഇല്ലായിട്ടാണ് ഞാൻ ഒളിച്ചോടി. പക്ഷേ നമ്മൾ ഊബറിന് എന്ത് സംഭവിച്ചു? ക്വസ്റ്റ്യൻ മാർക്ക് 1. 2, നമ്മളെ 3 ദിവസത്തേക്ക് സ്ട്രൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊബർ കഴിഞ്ഞ മാസം. യെസ്. പിന്നെ ആ സ്ട്രൈക്ക് നിലച്ചു. ഫെബ്രുവരി 17, 19 അങ്ങനെ എന്തോ പറഞ്ഞു സ്ട്രൈക്ക് പറഞ്ഞു. പിന്നെ ഊബർ മീറ്റിങ്ങിന് വിളിച്ചോടെ പിന്നെ ഒന്നുമില്ല, സ്ട്രൈക്കും ഇല്ല. എന്താ പറയാ, നമ്മളെ മാധ്യമം തകർത്ത്. എന്താന്നറിയോ, 17, 19 ഊബർ സ്ട്രൈക്ക് തീരുമാനിച്ചു. അപ്പം 15-ാം തീയതി തന്നെ ഒരു ചാനലിൽ വന്ന അപ്ഡേഷൻ ആണാല് ഊബർ പിന്നെ യോഗം വിളിച്ചിട്ടുണ്ട്, മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. യൂബറായിട്ട് സംസാരിച്ചിട്ട് നടപടി ആവില്ലെങ്കിൽ 18, 19 കൊച്ചിയിൽ സമരം ശക്തമായിട്ട് തുടരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു, ഈ മീറ്റിംഗ് നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലയോ, ഒരു അപ്ഡേഷനും ഒരു ചാനൽ വഴിയോ അല്ലെങ്കിൽ ഒരാൾ വഴിയോ നമുക്ക് അറിയില്ല. മാധ്യമം ഇപ്പൊ എവിടെ പോയി? അത്രയും മാധ്യമം കത്തി കേറിച്ച്. പിന്നെ അതുപോലെ തന്നെ യൂണിയന്റെ ബേസിൽ എന്തോ സംസാരം നടന്ന്. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്? കൈക്കൂലി കൊടുത്തോ ഊബർ, അതോ വേറെ എന്തെങ്കിലും പിടിപാടുകളിൽ പോയോ? ആർക്കും ഒരു ഉത്തരവില്ലാതെ ചോദ്യമായി കിടക്കുക. ഞാനൊരുത്തരോട് ചോദിച്ചിരുന്നു. അപ്പം പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഒക്കെ ബൈക്ക് വഴി അറിയും. പിന്നെ ഇവിടുന്ന് മറ്റേ ഒരു ഫോം എഴുതി വാങ്ങിയിട്ടുണ്ട്, അതങ്ങ് അമേരിക്കയിൽ എത്തിയിട്ട് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരണോ. അത് ഇന്നെ ട്രോളിയതായി അല്ല, ഞാൻ പറയുന്നത് ട്രോളാണ്. എന്താണേലും ഇവിടുന്ന് അമേരിക്കയിലേക്ക് ഇപ്പൊ ഒരു ഫയല് പോവാനോ അത് തീരുമാനിച്ച് വരാനോ 1 മാസം ഒന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ആധുനിക ലോകത്ത് ഇപ്പൊ ജസ്റ്റ് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ തന്നെ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ നമുക്ക് തിരിച്ച്. എന്തായാലും ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും.